ഒരു ദിവസം മുഴുവൻ വീട്ടിലിരുന്ന് ബോറടിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ചായ കുടിക്കാനുള്ള പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ. നേരെ വന്ന് നിന്നത് ബേക്കൽ ഫോർട്ടിലേക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോ വണ്ടിയിൽ കയറുന്ന സമയത്തോ ബേക്കൽ ഫോർട്ട് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. മഴക്കാലവുമാണ്, സൺഡേ വൈകുന്നേരവുമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് അകത്തേക്കും കയറുന്നുണ്ടായിരുന്നു, ഒരുപാട് പേര് പുറത്തേക്കും ഇറങ്ങുന്നുണ്ടായിരുന്നു. 25 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വരിക ബോംബെ എന്നുള്ള മൂവിയിലെ ഉയിരേ എന്നുള്ളൊരു സോങ്ങാണ്. നമ്മുടെ ടീനേജ് ടൈമൊക്കെ മനോഹരമാക്കിയതിൽ ആ പാട്ടിന് നല്ലൊരു പങ്കുണ്ട്. ആ പാട്ടിലുള്ളത്ര മനോഹരമായിട്ടൊന്നും ഈ വീഡിയോയിൽ ബേക്കൽ ഫോർട്ടില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ബേക്കൽ ഫോർട്ടിന് ഞാൻ എൻജോയ് ചെയ്ത ഓരോ വ്യൂവും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 40 ഏക്കർ വിസ്തൃതിയിലാണ് ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമയം തന്നെ ബേക്കൽ ഫോർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബേക്കൽ ഫോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹരിതാഭയും പച്ചപ്പും ബേക്കൽ ഫോർട്ടിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. നടന്നു പോകുന്ന സമയത്ത് മതിലുകളിൽ ഇതുപോലെയുള്ള ദ്വാരങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഞാൻ എൻ്റെ ഹൈറ്റിന് മാച്ചായ ഒരു ദ്വാരത്തിൽ കൂടെ ഒന്ന് എത്തി നോക്കി. പണ്ടുകാലത്ത് രാജാക്കന്മാർ ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ദ്വാരങ്ങൾ പണികഴിപ്പിച്ചതെന്ന് പറയുന്നു. എങ്ങനെയാണ് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായ്ക്കരാണ് ബേക്കൽ ഫോർട്ട് പണികഴിപ്പിച്ചതെന്നും പിന്നീട് അത് ടിപ്പു സുൽത്താൻ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നും പറയുന്നു. ബേക്കൽ ഫോർട്ടിൻ്റെ ഓരോ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് കടലിന് ഓരോ മുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായ ഭംഗിയിലാണ് കടലിനെ കാണാൻ പറ്റുന്നത്. വല്ലപ്പോഴും പ്രിയപ്പെട്ടവരോടൊപ്പം കിട്ടുന്നൊരു സൺഡേ ഈവനിങ് എല്ലാവരും ഭയങ്കര മനോഹരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തും അതിൻ്റേതായൊരു ചിരി കാണാൻ പറ്റും. മഴക്കാലത്ത് ഞാൻ ആദ്യമായിട്ടാണ് ബേക്കൽ ഫോർട്ടിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ വേനൽക്കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇത്രയധികം സന്തോഷം എനിക്കുണ്ടായിരുന്നില്ല. മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേക ഫോഴ്സ് തിരമാലകളിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അധികം തിരക്കില്ലാത്തൊരു സൈഡിലേക്കാണ് ഞങ്ങൾ നടന്നത്. തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ബേക്കൽ ഫോർട്ട് വേറൊരു രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റി. ഓരോ ആളും അവരുടേതായ രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ചിലർ റീൽസ്, ചിലർ ഫോട്ടോസ്, ചിലർ ചുറ്റും കൂടി ഇരുന്ന് കഥ പറയൽ, അങ്ങനെ ഓരോന്നായിട്ട്. അടുത്ത് കണ്ട ഒരു പാറക്കഷ്ണത്തിലേക്ക് ഞങ്ങളിരുന്ന് ഞങ്ങളുടേതായ കാര്യങ്ങൾ സംസാരിച്ചു. കടൽ തീരത്ത് നിന്ന് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സുനാമിയാണ്. ലാസ്റ്റ് തിരമാലേൻ്റെ ഫോഴ്സ് കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് എണീക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ദൂരത്തുനിന്ന് സെക്യൂരിറ്റിൻ്റെ വിസിലടിയും കേൾക്കുന്നുണ്ടായിരുന്നു. പതിയെ ഓരോ ആളും പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു സമയം എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു. ഇനി അടുത്തൊരു പ്രാവശ്യം വന്ന് ഇതിലും മനോഹരമായിട്ട് ബേക്കൽ ഫോർട്ട് ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്നു.